ഇനിയൊരു ജന്മം കൂടി. നോവൽ തുടർച്ച, അധ്യായം 14. ആ പെണ്ണ് കണ്ണു തുറന്നാൽ പറയാൻ പോകുന്നത് തൻ്റെയൊക്കെ പേരാണെങ്കിൽ ആയുഷ്കാലം സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരും. മറക്കല്ലേ, പെണ്ണിൻ്റെ മൊഴി മാത്രം മതി ശിക്ഷ കിട്ടാൻ. പിന്നെ എന്നെ ഈ കേസിൽ കക്ഷി ചേർക്കരുത്. പറഞ്ഞൊഴിവായ സമാധാനത്തോടെ മോഹൻദാസ് ഫോൺ വെച്ചു. വിവരമറിഞ്ഞപ്പോൾ ഗോവിന്ദക്കുറുപ്പ് ആശങ്കാകുലനായി. എല്ലാം കുളമായി അച്ഛാ, നമ്മളെല്ലാവരും കുടുങ്ങും. രാഹുലിൻ്റെ മരണത്തിന് കൂടി നമ്മൾ സമാധാനം പറയേണ്ടി വരും. വൈശാഖ് പേടിച്ചിരുന്നു. ഗോവിന്ദക്കുറുപ്പ് താടി തടവി അയാളുടെ തലയിൽ കുതന്ത്രങ്ങളുടെ കെട്ടുപാണ്ടമഴിഞ്ഞു. നീ SI മോഹൻദാസിനെ ഒന്ന് വിളിക്ക്. എണ്ണി മേടിച്ച കാശിൻ്റെ നന്ദി കാണിക്കാൻ പറ. അയാൾ കൈ കഴുകിയ മട്ടിലാ സംസാരിച്ചത്. ഞാൻ കൊടുത്ത പണം അവൻ്റെയൊക്കെ കുഴിമാടത്തിൽ ചെന്നായാലും മുതലാക്കാൻ എനിക്കറിയാം. നീ വിളിക്കടാ. വൈശാഖ് നമ്പർ ഡയൽ ചെയ്ത് സ്പീക്കറിൽ ഫോൺ ഗോവിന്ദക്കുറുപ്പിന് നൽകി. എന്നെ വിളിച്ചിട്ട് കാര്യമില്ല വൈശാഖേ, എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യുക. SI ഫോൺ എടുത്തതേ പറഞ്ഞത് ഇങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞൊഴിവാകാമെന്ന് കരുതണ്ട മോഹൻദാസേ. നീ നടന്നതൊക്കെ ഒന്ന് വിശദീകരിച്ച് പറ, കേൾക്കട്ടെ. കുറുപ്പ് സാറായിരുന്നോ? ഞാനോർത്ത് വൈശാഖാണെന്ന്. അത് സാരമില്ല. എന്താ സംഭവം? ഞാൻ വിചാരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമല്ലിത്. വകുപ്പ് സ്ത്രീപീഡനവും കൊലപാതക ശ്രമമാണ്. എന്നാര് പറഞ്ഞു? വിദ്യ പറഞ്ഞോ? ഇല്ല, പെൺകുട്ടി ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. മനുപ്രസാദ് എന്നൊരാളാണ് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. വധശ്രമം നടത്തിയ പ്രതികളെ സംഭവം നടന്ന വീട്ടിൽ പൂട്ടിയിട്ടുണ്ട് എന്നയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കാതെ അവിടേക്ക് പോകും. അവരെ അറസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പേര് പറയുമോ എന്നതാണ് വിഷയം. അതിനേക്കാൾ പ്രശ്നമാണ് ആ പെണ്ണിന് ബോധം വരുമ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞാൽ. തേൾക്കുത്ത് ഏറ്റതുപോലെ വൃദ്ധൻ്റെ ചെന്നിയിലെ ഞരമ്പുകൾ പിടച്ചു പൊന്തി. ആലോചനകളുടെ നിമിഷങ്ങൾക്കൊടുവിൽ അയാൾ SIക്ക് മുമ്പിൽ ഒരു നിബന്ധന വെച്ചു. തൽക്കാലം താൻ നടപടികളൊക്കെ പരമാവധി താമസിപ്പിക്കണം. നേരം വിളിക്കുന്നവരെ യാതൊരു നീക്കങ്ങളും നടത്തരുത്. ആ പയ്യനെയോ ചന്ദ്രശേഖരനെയോ പുറത്തു പോകാൻ അനുവദിക്കരുത്. ഫോൺ വിളിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ പിടിച്ചു നിർത്തിയാൽ അത്രയും നല്ലത്. അവരെ തടഞ്ഞു വെക്കാൻ യാതൊരു വകുപ്പുമില്ല കുറുപ്പ് സാറേ. മൊഴി രേഖപ്പെടുത്താൻ അല്പം താമസം വരുത്തിയാൽ മതി മോഹൻദാസേ. അതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒട്ടും കുറയാതെ തൻ്റെ കൈവെള്ളയിൽ ഞാൻ വെച്ചു തരും. മോഹൻദാസിന് ഉന്മേഷമായി. ഞാൻ പരമാവധി ശ്രമിക്കാം, പക്ഷേ എനിക്കും പരിമിതികളുണ്ട്. മുൻപിൽ തീരെ കുറച്ച് സമയമേ ഉള്ളൂ രക്ഷപ്പെടാൻ എന്നത് മറക്കരുത്. കോൾ കട്ടായതും വൈശാഖ് ഒരു വിസിറ്റിംഗ് കാർഡ് വൃദ്ധന് നേരെ നീട്ടിക്കാണിച്ചു. മനുപ്രസാദ് കൊടുത്തതായിരുന്നു അത്. അവളെ രക്ഷിച്ചത് ഇവൻ തന്നെ അച്ഛാ, മനുപ്രസാദ്. നമ്മുടെ സമയം മോശം. കൂടുതൽ മോശമാവാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. നീ വണ്ടിയെടുക്ക്, ഗോവിന്ദക്കുറുപ്പ് ആജ്ഞാപിച്ചു. SI മോഹൻദാസ് മുറിക്കുള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സിവിൽ പോലീസുകാരൻ മനുപ്രസാദിൻ്റെ മൊഴിയെടുക്കുകയായിരുന്നു. മുറിയിൽ ചന്ദ്രശേഖരനുമുണ്ട്. SI സിവിൽ പോലീസുകാരനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിച്ചു. അയാൾ മോഹൻദാസിൻ്റെ നിർദ്ദേശങ്ങൾ തലയാട്ടി കേട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ ക്യാപ്പ് കൊണ്ട് പേന അടച്ച് പോക്കറ്റിലേക്ക് കുത്തിവെച്ച് പാസേജിലേക്ക് നടന്നുപോയി. മോഹൻദാസ് വന്ന് കസരയിലിരുന്നു. രാത്രി എന്നോ പകലെന്നോ ഇല്ലാത്ത ഡ്യൂട്ടിയാ. അയാൾക്ക് ക്ഷീണമായെന്ന്. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാൻ പറഞ്ഞു. പോലീസുകാരും മനുഷ്യരല്ലേ. അതിൽ ഒരു ശരികേടുണ്ടെന്ന് മനുപ്രസാദിന് തോന്നി. അവൻ ചന്ദ്രശേഖരനൊന്ന് നോക്കിയിട്ട് എഴുന്നേറ്റു. എവിടെ പോകുന്നു? അയാളിപ്പോൾ വരും. മൊഴി കൊടുത്തു കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ, മോഹൻദാസ് ഉത്തരവിട്ടു. മനുപ്രസാദ് തിരികെ കട്ടിലിലേക്ക് തന്നെ ഇരുന്നു. SI മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന കടലാസുകൾ അലക്ഷ്യഭാവത്തിൽ ഒന്ന് മറച്ചു നോക്കി. പിന്നെ സാവധാനം അത് വായിക്കാൻ തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞിട്ടും സിവിൽ പോലീസുകാരൻ മടങ്ങി വന്നില്ല. നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ പോർച്ചിൽ വണ്ടി നിർത്തി വൈശാഖും ഗോവിന്ദക്കുറുപ്പും പുറത്തേക്കിറങ്ങി. മുൻവാതിൽ പൂട്ടിയിരുന്നില്ലാത്തതിനാൽ അവർ എളുപ്പത്തിൽ അകത്ത് കടന്നു. പൂട്ടിയ മുറികൾ തുറന്ന് പരിശോധിച്ചു. സെന്തിലിനെയും നടേശനെയും അവർ കണ്ടെത്തി. വാതിൽ തുറന്നതും പോലീസല്ല എന്ന് കണ്ടപ്പോൾ സെന്തിലിനും നടേശനും ആശ്വാസമായി. വേഗം രക്ഷപ്പെടാൻ നോക്ക്, പോലീസ് ഉടൻ വരും. നടേശൻ പതുക്കെ ഇടം കൈ കുത്തി എഴുന്നേറ്റ് നിന്നു. അയാളുടെ വലതുകൈ നീരുവച്ചിരുന്നു. സെന്തിലിൻ്റെ വലതുകാലിനായിരുന്നു പൊട്ടൽ. പറഞ്ഞത് കേട്ടില്ലേ, വേഗം പോകാൻ. വൈശാഖ് തിരക്ക് കൂട്ടി. അവന് നടക്കാൻ പറ്റില്ല സാറേ, കാലൊടിഞ്ഞിരിക്കുക. നടേശൻ്റെ സംസാരം തമിഴിലായിരുന്നു. എൻ്റെ കൈക്കും പൊട്ടലുണ്ട്. നടേശൻ ഒടിഞ്ഞ കൈ മറ്റേ കൈ കൊണ്ട് താങ്ങി ഉയർത്തി. തങ്ങൾ നേരിട്ട മിന്നൽ ആക്രമണത്തെപ്പറ്റിയും അഭ്യാസിയായ ഒരു ചെറുപ്പക്കാരനെക്കുറിച്ചും നടേശൻ വിശദീകരിച്ചു. ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അയാൾ അഭ്യർത്ഥിച്ചു. വേഗം നാട് കിടക്കാൻ നോക്ക്. പിടിക്കപ്പെട്ട വധശ്രമത്തിന് മാത്രമല്ല, കൊലപാതകത്തിനും സമാധാനം പറയണം. തെളിവുകളെല്ലാം നശിപ്പിക്കാം സാർ. അരമണിക്കൂർ ടൈം കിട്ടുമോ? നടേശൻ തിരക്കി.
വൈശാഖ് മോഹൻദാസിനെ വിളിച്ച് സ്ഥിതിഗതികൾ തിരക്കിയിട്ട് പറഞ്ഞു, സമയമുണ്ട്, എന്താണെന്ന് വെച്ചാൽ ചെയ്, സാറും സഹായിക്കണം, ഞങ്ങൾക്ക് ഈ അവസ്ഥയിൽ ഒന്നും തനിയെ ചെയ്യാൻ വയ്യ. വൈശാഖിന് നടേഷിൻ്റെ കൂടെ ചെല്ലേണ്ടി വന്നു. സുധീഷിൻ്റെ ആക്സിഡൻറ്റ് നടന്നത് ഇവിടെയാണെന്ന് തെളിഞ്ഞാലും വിദ്യയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് തെളിവുകൾ പാടില്ല എന്ന് ഗോവിന്ദക്കുറുപ്പ് നിർദ്ദേശിച്ചു. നടേഷനും വൈശാഖും കൂടി ബാത്റൂമും തറ ലോഷനും ഉപയോഗിച്ചും വൃത്തിയായി കഴുകി. വിദ്യ മാറിയിട്ടിരുന്ന കീറിപ്പറഞ്ഞ ചുരിദാർ നടേഷൻ പാക്ക് ചെയ്തെടുത്തു. അയാൾ അടുക്കളയിൽ നിന്ന് വിനാഗിരിയുടെ ബോട്ടിലെടുത്ത് കൊണ്ടുവന്ന് ബാത്റൂമും തറയുമൊക്കെ വൃത്തിയായി തുടച്ചു. രക്തക്കറ മായ്ക്കുവാൻ ചെയ്തതാണ് അത്. തെളിവുകളെല്ലാം പൂർണ്ണമായി നീക്കിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം 4 സംഘം വീട് പൂട്ടിയിറങ്ങി. തിരുവല്ലയിൽ നിന്നും കോട്ടയത്തേക്ക് ഒരു ബസ്സിൽ നടേഷനെയും സെന്തിലിനെയും കയറ്റി വിട്ടിട്ട് വൈശാഖും ഗോവിന്ദക്കുറുപ്പും മടങ്ങി. കോട്ടയത്ത് ചെന്നിട്ട് തമിഴ്നാട്ടിലേക്ക് കടക്കാനാണ് സെന്തിലിൻ്റെയും നടേഷൻ്റെയും പ്ലാന് എന്നവർ പറഞ്ഞിരുന്നു. ബസ്സിലിരിക്കുമ്പോൾ നടേഷൻ സെന്തിലിനോട് മലയാളത്തിൽ പറഞ്ഞു, ഞാൻ പാളയത്തേക്കാണ് പോകുന്നത്, കൈ ഭേദമാകുന്നതുവരെ ലക്ഷ്മിയുടെ അടുത്ത് നിൽക്കാം. ഞാൻ കുമ്പളങ്ങിക്കാം, 2 മാസത്തേക്ക് എൻ്റെ കാര്യം പോക്കാം. വൈശാഖ് സാറിനെ പോലീസ് പിടിച്ചാൽ നമുക്ക് പണിയാകുമോ? എവിടുന്ന്? നമ്മൾ 2 പേരും നടേഷനും സെന്തിലുമല്ലേ, ഇല്ലാത്ത 2 പേരെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? നടേഷൻ ബാഗ് തുറന്ന് മദ്യക്കുപ്പി എടുത്തു. വെള്ളം ചേർക്കാതെ അയാൾ കുറച്ച് വിഴുങ്ങി. നീയും കുടിച്ചോ, വേദനയ്ക്ക് കുറച്ച് അയവ് വരും. സെന്തിലും കുപ്പി വാങ്ങി കുടിച്ചു. ബസ്സിനുള്ളിൽ യാത്രക്കാർ മയക്കത്തിലായിരുന്നു. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ നടേഷൻ തിരുവനന്തപുരം ബസ്സിൽ കയറി യാത്രയായി. സെന്തിലിന് എറണാകുളത്തേക്കുള്ള വണ്ടി കിട്ടിയപ്പോൾ കുറച്ചുകൂടി താമസമുണ്ടായി. കസേരയിലേക്ക് ചാഞ്ഞിരുന്ന് മയങ്ങുന്ന SI മോഹൻദാസിനെ മനുപ്രസാദ് അസ്വസ്ഥതയോടെ നോക്കി. വിനോദ് ചുമരും ചാരി നിൽക്കുകയാണ്. ചന്ദ്രശേഖരനോടായി മനുപ്രസാദ് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ഇയാൾ SI അല്ലേ? നമുക്ക് CI ഓഫീസുമായി ബന്ധപ്പെട്ടാലോ? മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുൻപ് ഇവിടെ ഇരുന്ന CI ഒരു സേവിയർ ജേക്കപ്പാ. രാഹുലിൻ്റെ കേസ് അങ്ങേരെ അന്വേഷിച്ചത്. അയാളെ സ്ഥലം മാറിപ്പോയി. ഇപ്പോഴത്തെ ആളെ എനിക്കത്ര പരിചയം പോരാ. ഇതിനിപ്പോൾ പരിചയമൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് നീതി നടപ്പാക്കി തരാനാ അവരെ ആ സ്ഥാനത്തിരിക്കുന്നത്. ഏതൊരാൾക്കും നിയമം നടപ്പാക്കാൻ വേണ്ട സഹായത്തിന് അവരെ സമീപിക്കാം. സമയം ഇത്രയായില്ലേ മനു? നേരം വെളുത്തിട്ട് വിളിച്ചു നോക്കാം. മനുപ്രസാദിൻ്റെ ഫോൺ വൈബ്രേഷനിൽ ഇരമ്പി. ആഷിമയാണ്. മനുപ്രസാദ് ഫോണെടുത്ത് ഇടനാഴിയിലേക്ക് ഇറങ്ങിപ്പോയി. ആഷിമയോട് സംസാരിച്ചു. നീ എന്ത് പണിയാടാ കാണിച്ചത്? ഒരക്ഷരം പറയാതെ ഇറങ്ങിപ്പോയില്ലേ? വെറുതെ പോയതല്ല, ഒരു എമർജൻസി ഉണ്ടായിരുന്നേ. മനുപ്രസാദ് നടന്ന സംഭവങ്ങൾ ചുരുക്കത്തിൽ ആഷിമയെ അറിയിച്ചു. അവൾ അന്താളിച്ചു പോയി. ഞാനിവിടെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലുണ്ട്. വിദ്യമോൾ ഇതുവരെ കണ്ണ് തുറന്നിട്ടില്ല. SI മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്ന പോലീസുകാരനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾക്ക് കാവലിരിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ലടാ. നീ വിഷമിക്കണ്ട, ഞാൻ സേവിച്ചനെയും കൂട്ടി അങ്ങോട്ട് വരാം. സേവിച്ചൻ എന്ത് ചെയ്യാനാ? ഇവിടുത്തെ CIയെ വിളിക്കാൻ പറ്റുമോ? ഡാ പൊട്ടാ, സേവിച്ചൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നിനക്ക് തന്നെ എത്ര റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ഞാൻ വാങ്ങിച്ചു തന്നതാടാ, മറന്നോ നീ? ആഷിമ എന്നോ പറഞ്ഞിരുന്നത് പോലെ ഒരു ഓർമ്മ മനുപ്രസാദിനുണ്ടായി. ഇതുവരെ സേവിച്ചനെ നേരിൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ആ വിവരം മറന്നുപോയതാവും. 6 മാസം മുൻപാ പുള്ളി ചങ്ങനാശ്ശേരിക്ക് ട്രാൻസ്ഫറായി വന്നത്. അതുവരെ തിരുവല്ല CI ആയിരുന്നു. CI സേവിയർ ജേക്കബ് എന്ന് പറഞ്ഞാൽ തിരുവല്ലക്കാർക്ക് ഓർമ്മയുണ്ടാവും. മുണ്ടക്കയത്ത് കിടക്കുന്ന നിനക്കറിഞ്ഞുകൂടുന്നേ ഉള്ളൂ. ആഷിമ പറഞ്ഞപ്പോൾ മനുപ്രസാദ് ആശ്ചര്യസ്തംഭനായി. നിന്റെ ഫാദറാണോ അപ്പോൾ രാഹുലിൻ്റെ കേസ് അന്വേഷിച്ചത്? അറിയില്ല, നീ ഡീറ്റെയിൽസ് പറ, ഞാൻ സേവിച്ചനോട് ചോദിക്കട്ടെ. മനുപ്രസാദ് അറിയാവുന്ന വിവരങ്ങൾ മുഴുവൻ ആഷിമയ്ക്ക് നൽകി. അവൾ അപ്പോൾ തന്നെ സേവിയർ ജേക്കബിനെ വിളിച്ചുകൊണ്ടെത്തി സംസാരിച്ചു. മനുപ്രസാദിനെ ആഷിമ പിന്നീട് വിളിച്ചത് ആശ്ചര്യത്തിൻ്റെ പരകോടിയിൽ നിന്നായിരുന്നു. അതേ മാൻ, സേവിച്ചൻ ആ കേസ് ക്ലോസ് ചെയ്തത്. എന്നാലും ഇതെന്തൊരു കോയിൻസിഡൻസാ കർത്താവേ. വേറൊരു പ്രശ്നമുണ്ടല്ലോ ആഷിമ. വിദ്യ പറഞ്ഞത് രാഹുലിൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നാണ്. അവനെ കൊലപ്പെടുത്തിയവർ തന്നെയാണ് അവളെയും കൊല്ലാൻ ശ്രമിച്ചതും. സംഭവം തെളിഞ്ഞാൽ ആത്മഹത്യയാണെന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിച്ചതിന് നിന്റെ ഡാഡിയുടെ വീഴ്ചയാണെന്ന് വരില്ലേ? ആഷിമ കാര്യങ്ങൾ സേവിയർ ജേക്കബിനോട് വിവരിച്ചു. അയാൾ സംഭവങ്ങൾ വിശദമായി മനുപ്രസാദിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കി. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ CI സേവിയർ ജേക്കബ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഞാൻ ക്ലോസ് ചെയ്ത രാഹുൽ മാധവിൻ്റെ കേസ് ഫയലിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇറ്റ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് സൂയിസൈഡ്. അത് ആത്മഹത്യയല്ലെന്ന് തെളിഞ്ഞാൽ ഞാൻ ഈ തൊപ്പി താഴെ വെക്കും.
മനുപ്രസാദിൻ്റെ തലച്ചോറിൽ തീജ്വാലകൾ ഉയർന്നു. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണെന്ന് അവന് തോന്നി. അധ്യായം 23. സേവിയർ ജേക്കബുമായുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് മനുപ്രസാദ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ കോപാന്തനായി നിൽക്കുന്ന എസ് ഐ മോഹൻദാസിനെയാണ് കണ്ടത്. ആരോട് ചോദിച്ചിട്ടാണ് താൻ പുറത്തുപോയത്? മൊഴിയെടുത്ത് കഴിയുന്നതുവരെ ഇവിടെ കാണണമെന്ന് പറഞ്ഞത് മനസ്സിലായില്ലായിരുന്നോ? അയാൾ മനുപ്രസാദിൻ്റെ നേർക്ക് ശബ്ദമുയർത്തി. മനുപ്രസാദ് തോക്കിൻകുഴലിലൂടെ എന്നവണ്ണം എസ് ഐ മോഹൻദാസിനെ ഒന്ന് നോക്കി. എന്ത് കിട്ടും സാറേ? മൊഴിയെടുക്കാനാണെന്ന പേരിൽ ഞങ്ങളെ ഈ മുറിയിൽ തടഞ്ഞു വെച്ചാൽ? ആരുടെ താല്പര്യ സംരക്ഷണത്തിനു വേണ്ടിയാണ് ഈ പ്രഹസനം? മോഹൻദാസിൻ്റെ മുഖം അടിയേറ്റ് പോലെ ചുവന്നു. പെട്ടെന്ന് തന്നെ അയാൾ ദേഷ്യം ഭാവിച്ച് മുന്നോട്ട് വന്നു. നീ എന്താണ് ഉദ്ദേശിച്ചത്? ഒരു പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാൽ വകുപ്പ് എന്താണെന്ന് നിനക്കറിയാമോ? താങ്കളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യണം സാർ. ഇല്ലെങ്കിൽ അതിനുള്ള തൻ്റെ ഇടവും അധികാരവുമുള്ളവർ വന്ന് നിയമം നടപ്പിലാക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും. ഒരു കാര്യം ഓർമ്മയിൽ വെച്ചോ, താങ്കളെപ്പോലൊരു എസ് ഐ ചവിട്ടിപ്പിടിച്ചാൽ മുങ്ങിപ്പോകാവുന്ന പെറ്റി കേസൊന്നുമല്ല ഇത്. മനുപ്രസാദിൻ്റെ സ്വരത്തിലെ ദാഠ്യം എസ് ഐ മോഹൻദാസിനെ ഒന്ന് കുലുക്കി. അയാൾ തിരിഞ്ഞ് ടേബിളിലിരുന്ന് തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. പിന്നെ മുറിക്കുള്ളിൽ നിന്നവരെ നോക്കി. കൊമ്പത്ത് പിടിപാടുണ്ടെങ്കിൽ ആ അഹങ്കാരം എൻ്റെ അടുത്ത് കാണിക്കണ്ട. മൊഴി നൽകുന്നവരെ നിങ്ങൾ ഇവിടെ തന്നെ കാണണം. എസ് ഐ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. എന്താ മനു, എന്തു പറ്റി? ചന്ദ്രശേഖരൻ മനുപ്രസാദിനെ സമീപിച്ചു. വിനോദം ആകാംക്ഷയോടെ നോക്കി. പറയാം. മനുപ്രസാദ് വന്ന് കട്ടിലിരുന്നു. തിരുവല്ല CI ഉമാദത്തൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൻ്റെ വാഹനം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ പുലർച്ചെ 4 മണിയായി. എസ് ഐ മോഹൻദാസും സിവിൽ പോലീസുകാരും ഹോസ്പിറ്റലിൻ്റെ കൗണ്ടറിന് സമീപത്തെ കോഫി പാർലറിൽ നിന്നും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമാദത്തനും 3 പോലീസുകാരും കയറി വരുന്നത് കണ്ട് എസ് ഐ അമ്പരന്നു. മോഹൻദാസ് ചെന്ന് CIയെ സല്യൂട്ട് ചെയ്തു. വധശ്രമത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉമാദത്തൻ ചോദിച്ചു. ഉവ്വ് സാർ, മോഹൻദാസ് വിനീത സ്വരത്തിൽ അറിയിച്ചു. അവരുടെ മൊഴിയെടുത്തോ? ഇല്ല സാർ, പെൺകുട്ടിക്ക് ബോധം തെളിഞ്ഞിട്ടില്ല. അവരുടെ കൂടെ വന്നയാളുടെ മൊഴിയെടുത്തോ? CI വിവരങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് എസ് ഐക്ക് മനസ്സിലായി. ഇല്ല സാർ. പിന്നെ താരൊക്കെ എന്തിനാണോ ഈ തൊപ്പിയും തലയിൽ വെച്ച് നടക്കുന്നത്? ഹോസ്പിറ്റൽ കെട്ടിടത്തിൻ്റെ തൂണെണ്ണാനാണോ? ഉമാദത്തൻ്റെ ശബ്ദം മൂർച്ചയുള്ളതായിരുന്നു. എസ് ഐയുടെ തല കുനിഞ്ഞുപോയി. പോയി ഡ്യൂട്ടി ചെയ്യടോ. ആ പെൺകുട്ടിക്ക് ബോധം തെളിഞ്ഞാൽ ഉടൻ അവളുടെ മൊഴിയും രേഖപ്പെടുത്തിയേക്കണം. സർ. CIയെ സല്യൂട്ട് ചെയ്തിട്ട് മോഹൻദാസ് സിവിൽ പോലീസുകാരുമായി മനുപ്രസാദിൻ്റെ മുറിയിലേക്ക് വേഗത്തിൽ നീങ്ങി. ആഷിമയും സേവിയർ ജേക്കബും 5 മണിയായപ്പോൾ മെഡിക്കൽ മിഷനിൽ എത്തിച്ചേർന്നു. ഇരുട്ടും വെളിച്ചവും ഇടകലർന്നൊഴുകുന്ന പുഴയിൽ മുങ്ങിക്കിടക്കുകയാണ് താനെന്ന് വിദ്യയ്ക്ക് തോന്നി. ഇരുട്ടിൻ്റെ ജലപാളി കാഴ്ചയെ മുങ്ങിക്കളയുന്നു. എവിടെ നിന്നോ നിലാവിൻ്റെ നിറമുള്ള മറ്റൊരു പുഴ ഒഴുകിയെത്തി കാഴ്ചയെ തെളിയിക്കുന്നു. അടഞ്ഞ കൺപോളകൾക്ക് മീതെ ഇരുട്ടും വെളിച്ചവും മാറി മാറി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. കൺപോളകൾക്കുള്ളിൽ കൃഷ്ണമണികൾ വെള്ളത്തിലെ മീനുകൾ എപ്പൊന്ന പോലെ ഇളകിത്തുടിച്ചു. വിദ്യമോളെ. സ്നേഹലോലമായ ആ ഒരു വിളിയൊച്ച വിദ്യ കാതോർത്ത് കിടന്നു. മോളെ. വിദ്യ ശ്രമപ്പെട്ട് കൺപോളകൾ വലിച്ചു തുറന്നു. ഒരു ജന്മത്തിൻ്റെ കൂടൊഴിഞ്ഞ ആത്മാവിൻ്റെ ശൂന്യത അവൾക്ക് മനസ്സിൽ നിറഞ്ഞു. ഇനിയെല്ലാം പുതുജന്മ കാഴ്ചകളാണ്. അവളുടെ കാഴ്ച വൃത്തത്തിൽ തെളിഞ്ഞു വന്നതും മനുപ്രസാദിൻ്റെ മുഖമായിരുന്നു. അവൻ വിദ്യയെ നോക്കി പുഞ്ചിരിച്ചു. വരണ്ടുപോയ ചുണ്ടുകളിൽ ഒരു മന്ദഹാസം വിടർത്താൻ വിദ്യ ശ്രമിച്ചു. മനുപ്രസാദ് അവളുടെ ഇടതു കൈത്തലത്തിന് മീതെ വിരലോടിച്ചു. അവൻ ആ കൈത്തലമെടുത്ത് 2 കൈകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അവരും കൊല്ലൂന്ന് വല്ലാണ്ട് ഭയന്നുപോയോ നീ? വിദ്യ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. രാഹുലിനു വേണ്ടിയാണല്ലോ എന്ന് സമാധാനിച്ച് മനസ്സുകൊണ്ട് മരിക്കാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു ഞാൻ. വിദ്യ ഒരു ശ്വാസം വലിച്ചെടുത്തു. മനുവേട്ടൻ വന്നപ്പോൾ മനസ്സിലായി ഒരു മരണത്തിനും എന്നെ വിട്ടുകൊടുക്കില്ലെന്ന്. അത്ര വേദനിപ്പിച്ചിട്ടും അതല്ലേ ഓടി വന്നത്. ഞാൻ തോറ്റു. മനുപ്രസാദിൻ്റെ കണ്ണുകളിൽ ഒരു കലക്കം വീണു. തൊണ്ടയിൽ അമർത്തിപ്പിടിച്ച കണ്ണീരിൻ്റെ ഉപ്പ് ചുവച്ചു. ഒരക്ഷരം ഊരിയാടാനാവാത്തതിൻ്റെ പാരവശ്യത്തോടെ അവൻ വിദ്യയെ തന്നെ നോക്കിയിരുന്നു. CI ഉമാദത്തൻ്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് സംഘം നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തിയത്. മനുപ്രസാദും ഗോപിയും പോലീസ് സംഘത്തിനൊപ്പം ചെന്നിരുന്നു. ഗുണ്ടകളെ പൂട്ടിയിട്ടിരുന്ന മുറിവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. എവിടെ? നിങ്ങൾ പറഞ്ഞ 2 പേർ. ഉമാദത്തൻ മനുവിനെയും ഗോപിയെയും നോക്കി. അവർക്ക് മറുപടി ഇല്ലായിരുന്നു. മനുപ്രസാദ് തിരിഞ്ഞ് SI മോഹൻദാസിനെ ഒന്ന് നോക്കി. അവിടെ മിന്നി മറഞ്ഞ പരിഹാസച്ചിരി ചിലതൊക്കെ പറയാതെ പറയുന്നുണ്ട്. രാഹുലിൻ്റെ ബെഡ്റൂമിൽ പിടിവലി നടന്ന ലക്ഷണങ്ങൾ കാണാനുണ്ടായിരുന്നു. തറയിൽ നിന്നും രക്തം പുരണ്ട നിലയിൽ ഒരു നിലവിളക്ക് കണ്ടെത്തി.
ബാത്റൂമിന് ഉൾവശം വൃത്തിയായി കഴുകിയ അവസ്ഥയിലായിരുന്നു. ലോഷൻ ഗന്ധത്തിനൊപ്പം വിനിഗറിൻ്റെ നേർത്ത ഗന്ധം ഉമാദത്തൻ്റെ നാസരന്ധ്രങ്ങൾ തിരിച്ചറിഞ്ഞു. കൂടുതൽ പരിശോധനകൾക്കായി നെടുമ്പുരയ്ക്കൽ വീട് അടച്ച് സീൽ ചെയ്തു. പോലീസ് സംഘം മടങ്ങുമ്പോൾ നേരം വെളുത്തു കഴിഞ്ഞിരുന്നു. ഉച്ചയോടെ വിദ്യാലക്ഷ്മി പോലീസ് സംഘത്തിന് മൊഴി നൽകി. ഉമാദത്തിനൊപ്പം CI സേവ്യർ ജേക്കബും വിദ്യയെ അഡ്മിറ്റ് ചെയ്തിരുന്ന മുറിക്കുള്ളിൽ കയറിയിരുന്നു. സംഭവിച്ചതെല്ലാം കൃത്യമായി പറയാൻ സാധിച്ചു. ഗോവിന്ദക്കുറുപ്പും വൈശാഖും സുധീഷും മറ്റു 2 ഗുണ്ടകളുമാണ് തന്നെ ആക്രമിച്ചതെന്ന് വിദ്യ വെളിപ്പെടുത്തി. ബലാത്കാരത്തിനൊരുങ്ങിയ സുധീഷിനെ താൻ വിളക്കുപയോഗിച്ച് കുത്തിയെന്നും അതിനുശേഷമാണ് വൈശാഖിൻ്റെയും ഗോവിന്ദക്കുറുപ്പിൻ്റെയും നിർദ്ദേശപ്രകാരം സെന്തിലെന്നും നടേശനെന്നും പേരുള്ള ഗുണ്ടകൾ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും വിദ്യ അറിയിച്ചു. തൻ്റെ ഭർത്താവായിരുന്ന രാഹുൽ മാധവൻ്റെ മരണം ഒരു പ്രീ പ്ലാൻഡ് മർഡർ ആയിരുന്നുവെന്ന് മാനേജർ വൈശാഖ് തുറന്നു പറഞ്ഞിരുന്നു. നടേശനും സെന്തിലും തന്നെയാണ് കൃത്യം നിർവഹിച്ചതെന്നും ഗോവിന്ദക്കുറുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടന്നതെന്നും വിദ്യ വെളിപ്പെടുത്തി. രാഹുലിൻ്റെ മരണത്തിന് കാരണമായി തീർന്ന ശാരദാസ് വസ്ത്രവിഹാറിൻ്റെ തട്ടിപ്പുകളെക്കുറിച്ചും ക്രമക്കേടുകളെക്കുറിച്ചും പതർച്ചയില്ലാത്ത സ്വരത്തിൽ വിദ്യ മൊഴി നൽകി. 1.5 മണിക്കൂറോളം നീണ്ട മൊഴിയെടുക്കലിന് ശേഷം പോലീസ് സംഘം പുറത്തിറങ്ങുമ്പോഴേക്കും വിദ്യാലക്ഷ്മി അവശയായി കഴിഞ്ഞിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചേർന്നിരുന്ന വിമലയും ഇന്ദുമതിയും അവളെ പരിചരിച്ചു. പോലീസ് സംഘത്തിന് മുൻപിൽ അത്ര നേരം തളരാതെ പിടിച്ചു നിന്നതും രാഹുലിൻ്റെ കൊലയാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്ന ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണെന്ന് തളർന്ന ശരീരത്തോടും മനസ്സിനോടും കൂടി കിടക്കവേ വിദ്യ തിരിച്ചറിഞ്ഞിരുന്നു. സുധീഷ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ തന്നെ ചികിത്സയിലുണ്ടെന്ന വിവരം കിട്ടിയതോടെ CI ഉമാദത്തൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. റൂമിൽ സുധീഷിനൊപ്പം രജനിയും മീനുമോളും സുധീഷിൻ്റെ മാതാപിതാക്കളായ കമലാക്ഷിയും സുധാകരനും ഉണ്ടായിരുന്നു. കമലാക്ഷിയും സുധാകരനും അപ്പോൾ എത്തിച്ചേർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രജനി അടർത്തി വെച്ച ഓറഞ്ച് ജെല്ലികളിൽ ഒരെണ്ണം കമലാക്ഷി മകന് കൊടുത്തു. വേണ്ടമ്മേ, സുധീഷ് അത് നിരസിച്ചു. അവൻ്റെ വയറിനു മീതെ വട്ടത്തിൽ ബാൻഡേജ് ചുറ്റിയിരിക്കുകയായിരുന്നു. മുറിവ് വലുതായിരുന്നില്ലെങ്കിലും അവൻ്റെ ശരീരത്തിൽ നിന്നും കുറേയേറെ രക്തം നഷ്ടപ്പെട്ടിരുന്നതിൻ്റെ ക്ഷീണമുണ്ടായിരുന്നു. ഏത് കഷ്ടകാലത്താ മോനെ നിനക്ക് ആ വിളക്കെടുത്ത് മാറ്റാൻ തോന്നിയത്? ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇതിൽ നിന്നത്. കമലാക്ഷി വിഷമത്തോടെ തിരക്കി. സുധീഷ് മറുപടി പറഞ്ഞില്ല. തട്ടിന് മീതെയിരുന്ന വിളക്ക് സ്റ്റൂളിന് മുകളിൽ കയറി നിന്ന് എടുത്തപ്പോൾ കാൽ വഴുതി വീണതാണെന്ന് സുധീഷ് അവരോട് പറഞ്ഞിരിക്കുന്നത്. വീഴ്ച നേരെ കുത്തി നിന്ന വിളക്കിന് മീതേക്കായിപ്പോയി. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ രജനി ചെന്ന് കതകു തുറന്നു. മുന്നിൽ കാക്കിപ്പടയെ കണ്ട് അവൾ അമ്പരന്നു. CI ഉമാദത്തൻ മുറിയിലേക്ക് കയറി വന്നു. പോലീസിനെ കണ്ടതും സുധീഷിൻ്റെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി. കാര്യങ്ങൾ വ്യക്തമായി അവനെ അറിയിക്കാതെയാണ് വൈശാഖും ഗോവിന്ദക്കുറുപ്പും മുങ്ങിയത്. CI ഉമാദത്തൻ സുധീഷിൻ്റെ തൊട്ടുമുന്നിലെത്തി. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിന്? പതർച്ചയോടെ അവൻ CIയെ നോക്കി. കാര്യങ്ങൾ ഞങ്ങൾ ഇവരുടെയൊക്കെ മുൻപിൽ വെച്ച് വിസ്തരിക്കണോ? ഉമാദത്തൻ ചോദിച്ചപ്പോൾ സുധീഷിൻ്റെ തല കുനിഞ്ഞു. സുധാകരൻ മുന്നോട്ട് വന്നു. എന്താ സാറേ, കാര്യം പറ. അവനെന്ത് തെറ്റ് ചെയ്തു? നിങ്ങളാരാണ്? ഞാനുവിൻ്റെ അച്ഛനാ. മകൻ്റെ വയറ്റിലെന്ത് പറ്റിയെന്നാണ് പറഞ്ഞത്? അവൻ വിളക്കെടുത്തുകൊണ്ട് ഇറങ്ങുന്ന വഴി കാല് തെറ്റി വീണതാ സാറേ. ഉമാദത്തൻ സുധീഷെ നോക്കി. ആണോടാ? അതോ നിന്നെ ആരെങ്കിലും കുത്തിയതാണോ? കുത്തിയതാ, സുധീഷ് പറഞ്ഞപ്പോൾ മറ്റുള്ളവർ വാപൊളിച്ചു. പ്രതിയെ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയാണ്. ഇവനുള്ള രഥം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, CI പറഞ്ഞു. അല്ല സാറേ, അവനെ ആരെങ്കിലും കുത്തിയതാണെങ്കിൽ അവരല്ലേ പ്രതിസ്ഥാനത്ത് വരേണ്ടത്. എൻ്റെ മകനാണോ? സുധാകരൻ ഇടപെട്ടപ്പോൾ CIക്ക് ഈർഷ്യയായി. മൂപ്പിനെ, സംഗതി പീഡനക്കേസാ. ഇവൻ ഭാര്യ സഹോദരൻ്റെ വിധവയെ വീട്ടിൽ കയറി ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചു. അവൾ ആത്മരക്ഷാർത്ഥം നിലവിളക്കെടുത്ത് കുത്തി. ഇവൻ ചത്തുപോയാൽ പോലും അവൾക്കെതിരെ ഒരു വലിയ കേസില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ജീവിതകാലം മുഴുവൻ സെൻട്രൽ ജയിലിൽ കിടക്കാനുള്ള വകുപ്പുണ്ട് ഇവൻ്റെ തലയിൽ. മുറിക്കുള്ളിലുണ്ടായിരുന്നവർ അമ്പരന്ന് പോയി. രജനി മിഴിഞ്ഞ കണ്ണുകളോടെ ഭർത്താവിനെ നോക്കി. വിദ്യയെ ബലാത്കാരം ചെയ്യാൻ ഒരുങ്ങിയതിനാണോ തൻ്റെ ഭർത്താവിന് ഈ ശിക്ഷ കിട്ടിയത്? അവളുടെ മുഖത്ത് അപമാനവും വെറുപ്പും നിറഞ്ഞു. ഉമാദത്തൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഒരു സ്ട്രക്ചർ മുറിയിലേക്ക് കടന്നു വന്നു. അറ്റൻഡർക്കൊപ്പം സിവിൽ പോലീസുകാരും ചേർന്ന് സുധീഷിനെ സ്ട്രെച്ചറിലേക്ക് മാറ്റി. സുധീഷ് പോലീസ് കസ്റ്റഡിയിൽ പുതിയ മുറിയിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ നാണക്കേടിൻ്റെ വഴുവഴുത്ത ചെളിയിൽ മുങ്ങി രജനി നിശ്ചലയായി നിന്നുപോയി. കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് ബോധ്യപ്പെട്ടതോടെ ഗോവിന്ദക്കുറുപ്പും വൈശാഖനും തമിഴ്നാട്ടിലേക്ക് കടന്നു. അവിടെ നിന്നും ചെന്നൈ വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാനായിരുന്നു ഇരുവരുടെയും പ്ലാൻ. എന്നാൽ പോലീസ് വല വിരിച്ചതിനനുസരിച്ച്
വിമാനത്താവളത്തിൽ വെച്ച് തമിഴ്നാട് പോലീസ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു. തമിഴ്നാട് പോലീസിൽ നിന്നും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഉമാദത്തൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചെന്നൈയിലേക്ക് പോയി. മൊബൈൽ ഫോൺ റിങ് ചെയ്തു തുടങ്ങിയപ്പോൾ ഇന്ദുമതിയാണ് അത് കൊണ്ടുവന്ന് മനുപ്രസാദിനെ ഏൽപ്പിച്ചത്. ആഷിമയാണ് ലൈനിൽ എന്ന് കണ്ടത് ജാഗ്രതയോടെയാണ് മനു ഫോൺ അറ്റൻഡ് ചെയ്തത്. ഡിവൈഎസ്പി ഓഫീസിൽ പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. CI ഉമാദത്തിനൊപ്പം പ്രത്യേക പരിഗണനയിൽ സേവിയർ ജേക്കബും ചോദ്യം ചെയ്യൽ നടക്കുന്ന റൂമിൽ പ്രവേശിച്ചിട്ടുണ്ട്. ആഷിമ അച്ഛനിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ മനുപ്രസാദിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. എന്തായി കാര്യങ്ങൾ? മനു ആകാംക്ഷയോടെ തിരക്കി. ആദ്യഘട്ടം കടന്നു. വിദ്യക്കെതിരെയുള്ള പീഡന വധശ്രമങ്ങൾ പ്രതികൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് രണ്ടാം ഘട്ടമാണ്. രാഹുലിൻ്റെ മരണകാരണത്തിലേക്കുള്ള ഏണിപ്പടികൾ കയറി തുടങ്ങണം. അതിനെന്താ തടസ്സം? പ്രധാന പ്രശ്നം നടേശനെന്നോ സെന്തിലെന്നോ ഉള്ള പേരിൽ 2 ക്രിമിനലുകളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ. വൈശാഖനോ ആ കിളവനോ അവരെക്കുറിച്ച് അറിയാതെ വരുമോ? ഇവരെ പരിചയപ്പെടുത്തിയത് തിരുവനന്തപുരംകാരൻ ഒരു സ്വാമിയാണത്രേ. വ്യാജപേരിലാണ് പരിചയപ്പെട്ടത് എന്ന കാര്യം വൈശാഖിനോ അച്ഛൻ കുറുപ്പിനോ പോലും അറിയില്ലായിരുന്നത്രേ. ആ സ്വാമി മരിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. ഇവരെങ്ങനെ അവരുമായി കോണ്ടാക്റ്റ് പുലർത്തി? ഒരു മൊബൈൽ നമ്പർ കൊടുത്തിരുന്നു. അത് തിരുവനന്തപുരം പാളയം സ്വദേശി നാഗരാജ് എന്നൊരാളുടേതാണ്. ആ അഡ്രസ്സിൽ താമസിക്കുന്നത് അയാളുടെ ഭാര്യ ലക്ഷ്മിയാണ്. നാഗരാജ് 2 വർഷം മുമ്പ് മരിച്ച ആളാണ്. അയാളുടെ പേരിലുള്ള സിം കാർഡ് ലക്ഷ്മി കുറേ കാലം ഉപയോഗിച്ചിരുന്നു. പക്ഷേ ആ മൊബൈൽ ഒരു ദിവസം മോഷണം പോയത്രേ. പിന്നീട് തിരിച്ചു കിട്ടിയിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. നമ്പർ പോയാൽ ബ്ലോക്ക് ചെയ്യേണ്ടതല്ലേ? അതിനുള്ള അറിവോ ബോധമോ അവർക്കില്ല. സ്വന്തം ഐഡിയയിൽ അവർ പുതിയ സിം എടുത്തു, അത്ര തന്നെ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പ്ലാൻ? പ്രതികളുടെ രേഖാചിത്രങ്ങൾ തയ്യാറാക്കേണ്ടി വരും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. ശരി, കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ അറിയിക്കുക. ആ കോള് അങ്ങനെ അവസാനിച്ചു. നടേശൻ, സെന്തിൽ എന്നീ നാമധാരികൾ അന്വേഷണം വഴിമുട്ടിക്കിടക്കുകയാണെന്ന് മനുപ്രസാദിൽ നിന്നാണ് വിദ്യാലക്ഷ്മി അറിഞ്ഞത്. അതോടെ വിദ്യ അസ്വസ്ഥയായി. അന്ന് രാത്രി വിദ്യ മനുപ്രസാദിനെ ഫോണിൽ വിളിച്ചു. മനുവേട്ടാ, അവരുടെ പേരുകൾ എനിക്കറിയാം. മനുപ്രസാദ് ഉദ്യോഗനായി. എങ്ങനെ? വൈശാഖിനോ ഗോവിന്ദക്കുറുപ്പിനോ പോലും അറിയില്ലല്ലോ. ശരിയാണോയെന്ന് എനിക്കറിയില്ല. മങ്ങിയ ഒരു ഓർമ്മയാണ്. ഒരു സ്വപ്നത്തിലെന്നതുപോലെ ഞാനത് കേട്ടു. മരണം കാത്ത് തണുത്ത തറയിൽ കിടക്കുമ്പോൾ എൻ്റെ ദേഹത്തേക്ക് ഒരു പാമ്പിഴഞ്ഞു കയറുന്നത് പോലെ തോന്നി. അതൊരു പുരുഷൻ്റെ കൈയായിരുന്നു. എനിക്ക് കണ്ണു തുറക്കാൻ വയ്യ. പെട്ടെന്നൊരാൾ ചീത്ത വിളിച്ച് അലറിക്കൊണ്ടുവന്നു. അവർ രണ്ടുപേരും തമ്മിൽ വാഗ്വാദമുണ്ടായി. മലയാളത്തിൽ സ്ഫുടമായി അവർ സംസാരിച്ചു. അതിലൊരാൾ കൊച്ചി സ്ലാങ്ങാണ്. അവനെ പീറ്റർ എന്നാണ് വിളിക്കുന്നത് ഞാൻ കേട്ടത്. മറ്റൊരാൾ തിരുവനന്തപുരം സ്ലാങ്ങിലാണ് സംസാരിച്ചത്. പീറ്റർ സുനിലണ്ണ എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. മനുപ്രസാദിൻ്റെ രോമകൂപങ്ങളെല്ലാം തരിച്ചുണർന്നു. നീ ഇതെന്താ ഇതുവരെ പറയാതിരുന്നത്? എനിക്ക് ഓർമ്മ വന്നില്ല. അതെല്ലാം ഒരു സ്വപ്നമായിരുന്നു എന്ന് ഞാൻ കരുതിയത്. എൻ്റെ മുൻപിൽ അവർ സെന്തിലും നടേശനും തന്നെയായിരുന്നല്ലോ. അത് കള്ളപ്പേരാണെന്ന് കേട്ടപ്പോൾ എങ്ങനെയോ ആ ഓർമ്മ തെളിഞ്ഞു വന്നതാ. എന്തായാലും ഞാൻ ഈ വിവരം ഇപ്പോൾ തന്നെ ആഷിമയെ അറിയിക്കട്ടെ. മനുപ്രസാദ് കോൾ മുറിച്ചിട്ട് അപ്പോൾ തന്നെ ആഷിമ സേവ്യറിനെ വിളിച്ചു. പീറ്റർ, 25-നും 30-നും ഇടയിൽ പ്രായം, കറുത്ത നിറം, ചുരുളൻ മുടി, എറണാകുളം സ്വദേശി. സുനിൽ, 35-നും 40-നും ഇടയിൽ പ്രായം, കറുത്ത വണ്ണമുള്ള ശരീരപ്രകൃതം, തിരുവനന്തപുരം ശൈലിയിൽ സംസാരിക്കുന്നു. 2 ജില്ലകളിലെയും പോലീസ് സ്റ്റേഷനുകളിലേക്ക് പ്രതികളുടെ വിവരങ്ങൾ കൈമാറപ്പെട്ടു. ഒരു പെറ്റി കേസെങ്കിലും ഈ പേരുകളിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് സ്പെഷ്യൽ വിങ്ങിൻ്റെ അഭ്യർത്ഥന സ്റ്റേഷനുകളിൽ കാര്യമായി പരിഗണിക്കപ്പെട്ടു. തിരുവനന്തപുരത്തു നിന്ന് 40ഓളം സുനിലുമാരുടെ വിവരങ്ങളും ഫോട്ടോകളും 48 മണിക്കൂറിനുള്ളിൽ CI ഉമാദത്തിനും ലഭിച്ചു. എറണാകുളത്തു നിന്നും 18 പീറ്റർമാരുടെ വിശദാംശങ്ങൾ. ആ ഫോട്ടോകൾ വൈശാഖിനെയും ഗോവിന്ദക്കുറുപ്പിനെയും കാണിച്ചുവെങ്കിലും ഈ സുനിലുമാരുടെയും പീറ്റർമാരുടെയും കൂട്ടത്തിൽ നടേശനും സെന്തിലുമില്ല എന്നവർ ഉറപ്പിച്ചു പറഞ്ഞു. പോലീസ് സംഘം നിരാശരായി. സേവിയർ ജേക്കബാണ് ഫോട്ടോകൾ വിദ്യയെ കൂടി കാണിക്കണമെന്ന് നിർദ്ദേശം വെച്ചത്. തിരുവനന്തപുരം പാളയം സ്വദേശി ഒരു സുനിൽ കുമാറിൻ്റെയും കൊച്ചുകുമ്പളങ്ങി സ്വദേശി പീറ്റർ ജോണിൻ്റെ ഫോട്ടോയും വിദ്യ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. ഇതാണ് നടേശൻ, ഈ പയ്യനാണ് സെന്തിൽ. അവൾ സംശയലേശം എന്നെ പറഞ്ഞു. തിരികെ സ്റ്റേഷനിലെത്തിയ CI ഉമാദത്തൻ വൈശാഖിനെയും ഗോവിന്ദക്കുറുപ്പിനെയും ചെന്ന് കണ്ടു. വിദ്യ കാണിച്ച ഫോട്ടോകൾ അയാൾ അവരുടെ മുൻപിലേക്ക് വെച്ചു. ഇവരെ അറിയാമോ? ഇല്ല. വൈശാഖ് പറഞ്ഞതും ചെകിടത്തടി വീണു. കഴിവേണ്ട മോനെ, ഞങ്ങളിട്ട് വട്ടം കറക്കുക നീ അല്ലേടാ? CI
വൈശാഖിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുമരോട് ചേർത്ത് അടിവയറ്റിന് ഒരു മുട്ടുകാൽ പ്രയോഗം നടത്തി. CI പിടിവിട്ടപ്പോൾ അയാൾ ചുമരിലൂടെ ഊർന്ന് താഴേക്കിരുന്ന്. തനിക്കറിയാവോടോ ഇവരെ? ഉമാദത്തൻ ഗോവിന്ദക്കുറുപ്പിനോട് ചോദിച്ചപ്പോൾ അയാൾ ഭയചകിതനായി. ഇത് നടേശൻ, ഇത് സെന്തിൽ. വൃദ്ധൻ വേഗം തന്നെ അവരെ തിരിച്ചറിഞ്ഞു. പിറ്റേന്ന് ഉച്ചയോടെ നടേശൻ എന്ന സുനിൽ കുമാറിനെയും സെന്തിൽ എന്ന പീറ്റർ ജോണിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെല്ലാം കസ്റ്റഡിയിലായതോടെ ചോദ്യം ചെയ്യലിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് വേഗത്തിൽ പൂർത്തീകരിച്ചു. വിദ്യാലക്ഷ്മിക്ക് നേരെ നടത്തിയ ആക്രമണവും കാര്യകാരണങ്ങളുമെല്ലാം പ്രതികൾ വിശദീകരിച്ചു. രാഹുലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടക്കുന്ന സമയം CI ഉമാദത്തൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം ചങ്ങനാശ്ശേരി CI സേവ്യർ ജേക്കബിനെയും പോലീസ് സംഘത്തിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. കൺസോളിലിരുന്ന് ചോദ്യം ചെയ്യൽ നടപടികൾ കാണാൻ വിദ്യാലക്ഷ്മിയെയും മനുപ്രസാദിനെയും ചന്ദ്രശേഖരനെയും പോലീസ് അനുവദിച്ചു. സേവ്യർ ജേക്കബിനൊപ്പം വന്ന ആഷിമ സേവ്യറും കൺസോളിലെത്തി. 11 മണിയോടെ പോലീസ് സംഘം ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. വിദ്യാലക്ഷ്മിയുടെ കൈവെള്ളയിലും നെറ്റിയിലും വിയർപ്പുമണികൾ പൊടിഞ്ഞുകൊണ്ടിരുന്നു. ഒരു വർഷമായി ഹൃദയത്തെ എരിക്കുന്ന വേദനയ്ക്ക് രാഹുൽ മരിച്ചതെങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ പോവുകയാണ് ഇന്ന്. അധ്യായം 24. വൈശാഖും ഗോവിന്ദക്കുറുപ്പും മാനസികമായി കീഴടങ്ങിയിരുന്നു. ഭേദ്യം ചെയ്യലില്ലാതെ തന്നെ അവർ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. രാഹുലിൻ്റെ മരണശിക്ഷ വിധിച്ചത് വൈശാഖും ഗോവിന്ദക്കുറുപ്പും ചേർന്നായിരുന്നു. അതിന് നിദാനമായത് റെയിൻഡിയർ എന്ന കമ്പനിയും അതിലൂടെ നടത്തിവന്ന തട്ടിപ്പുകളും മാത്രമല്ല, മറിച്ച് വർഷങ്ങൾ നീണ്ട കുടിപ്പക കൂടി ഇഴചേർന്ന് കിടന്നിരുന്നു. ഗോവിന്ദക്കുറുപ്പ് എന്ന വൃദ്ധൻ്റെ ദുരയും അതിമോഹങ്ങളും യൗവനത്തിലേക്ക് ഉദയം ചെയ്തതാണ്. ചൂതാട്ടത്തിലും പരസ്ത്രീ ഗമനത്തിലും അതീവ തൽപരനായ ഗോവിന്ദൻ യുവത്വത്തിൽ തന്നെ വൻ കടബാധ്യതകൾ വരുത്തി വയ്ച്ചിരുന്നു. ഇളയവനായ മാധവനിൽ നിന്നും തറവാടും അച്ഛനമ്മമാരുടെ ഓഹരിയും സ്വന്തമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് അക്കാലത്ത് അയാൾ ജീവിച്ചത്. എന്നാൽ ഗോവിന്ദക്കുറുപ്പിൻ്റെ അബദ്ധസഞ്ചാര കഥകൾ കൃത്യമായി മനസ്സിലാക്കിയ അച്ഛൻ രാമക്കുറുപ്പ് മാധവൻ്റെ പേരിലേക്ക് ഭൂരിഭാഗം സ്വത്തുവകകളും എഴുതി വച്ചിട്ടാണ് ജീവൻ വെടിഞ്ഞത്. സഹോദരൻ്റെ മുൻപിൽ തൻ്റെ ഇച്ഛാഭംഗം പ്രകടിപ്പിച്ചില്ലെങ്കിലും മാധവനെ തൻ്റെ 1-ാം നമ്പർ ശത്രുവായി ഗോവിന്ദൻ മാറ്റി നിർത്തി. വൻ ലാഭക്കണക്കുകൾ കാട്ടി പ്രലോഭിപ്പിച്ച് ബിസിനസ്സിലേക്കും അനുജനെ ഗോവിന്ദക്കുറുപ്പ് കൈപിടിച്ച് ഇറക്കിയതോടെയായിരുന്നു മാധവക്കുറുപ്പിൻ്റെ തകർച്ചകളുടെ ആരംഭവും ജീവിതത്തിൻ്റെ അന്ത്യവും. വേണ്ടത്ര കച്ചവട പരിചയമില്ലാത്ത മാധവക്കുറുപ്പ് തൻ്റെ വീഴ്ച മനസ്സിലാക്കി വരുമ്പോഴേക്കും ഏതാനും വർഷങ്ങൾ കൊഴിഞ്ഞടർന്നു പോയി. തറവാട് പോലും പണയം വെച്ച് മുതലിറക്കിയ തുകകൾ കടലാസിലെ വിവിധ കണക്കുകൾ മാത്രമായി മുങ്ങിപ്പോയി. അതെല്ലാം ഗോവിന്ദക്കുറുപ്പിൻ്റെ പേരിൽ വസ്തുവകകളായും ഉരുപ്പടികളായും രൂപം മാറിയ വിവരം മാധവക്കുറുപ്പ് അറിഞ്ഞതേയില്ല. വീടിൻ്റെ അകത്തളങ്ങൾക്കപ്പുറം ലോകപരിചയമോ ജീവിത പരിചയമോ ഇല്ലാത്ത ഭാര്യ ശാരദാമണിക്കും പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങൾക്കും മാറ്റിവെക്കാൻ തൊണ്ടായി തീർന്ന ഒരു കച്ചവട സ്ഥാപനവും ലക്ഷങ്ങളുടെ കടബാധ്യതകളും മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ മാധവക്കുറുപ്പ് വീണുപോയി. മദ്യത്തിൽ അഭയം തേടിയ അയാളുടെ മാനസിക ശാരീരികാരോഗ്യം ക്ഷയിച്ചു വന്നു. മരണം അടുത്തുവന്ന ഉൾവിളി വന്നപ്പോൾ ഒരു രാത്രി മാധവക്കുറുപ്പ് മൂത്തവനായ മുരളീകൃഷ്ണനെ അടുത്ത് വിളിച്ച് കുടുംബഭാരം ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാത്തു സൂക്ഷിക്കാൻ അച്ഛന് കഴിഞ്ഞിട്ടില്ല. ഞാൻ തോറ്റുപോയടാ. ഇനി നീ വേണം രജനി മോളെയും അനിയൻകുട്ടനെയൊക്കെ പരിപാലിക്കാൻ. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അവർക്ക് നേർവഴി കാട്ടിക്കൊടുക്കണം മോനെ. അവരുടെ കണ്ണുകൾ തെളിച്ചു വിടണം. 14-കാരനായ മുരളീകൃഷ്ണൻ അച്ഛൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ സ്വീകരിച്ചു. ഏതാനും ആഴ്ചകൾക്കപ്പുറം അശാന്തമായ മനസ്സോടെ നിരാലംബയായ ഒരു സ്ത്രീയെയും അവരുടെ 3 മക്കളെയും പറക്കുവാനോ ഇര തേടുവാനോ പരിശീലിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ മനോവൃദ്ധിയോടെ മാധവക്കുറുപ്പ് ഭൂമിയിലെ സഞ്ചാരപഥം പിടിഞ്ഞ് യാത്രയായി. ശാരദാമണിയെയും മക്കളെയും കാത്തിരുന്നത് യാതനയുടെ കാലമായിരുന്നു. പല വാതിലുകൾ മുട്ടിയും ഇത്തിരി ഭൂമിയെടുത്ത ക്ലിപ്ത വരുമാനത്തിൽ ഒതുങ്ങിയും ആ കുടുംബം മുന്നോട്ടു പോയി. തൻ്റെ വിരലുകൾക്കിടയിലൂടെ അറിയാതെ ഊർന്നു പോകുന്ന ഒരു നാണയമോ ഇത്തിരി ധാന്യമണിയോ പോലും അനുജൻ്റെ കുടുംബത്തിന് ഉപയുക്തമാകരുത് എന്ന നിർബുദ്ധിയോടെ ഗോവിന്ദക്കുറുപ്പ് സുഭിക്ഷതയിൽ ജീവിച്ചു പോന്നു. മുരളീകൃഷ്ണൻ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ പഠിപ്പ് നിർത്തി തൊഴിലിടങ്ങൾ തേടിത്തുടങ്ങി. ഗോവിന്ദക്കുറുപ്പ് എന്തൊക്കെ കരുനീക്കൾ നടത്തിയാലും കവർന്നെടുക്കാൻ കഴിയാത്ത ഒരു പാരമ്പര്യ വിഹിതം കൂടി മുരളീകൃഷ്ണന് ലഭിച്ചിരുന്നു. മുത്തശ്ശൻ രാമകുറുപ്പിൻ്റെ ഇച്ഛാശക്തിയും സ്ഥിരോത്സാഹവും അതവൻ്റെ രക്തത്തിൽ അലിഞ്ഞു കിടന്നു. സമുദ്രങ്ങൾ താണ്ടി
മണലാരണ്യത്തിലേക്ക് ഭാഗ്യമന്വേഷിച്ച് പോയതോടെ മുരളിയുടെ തലവര തെളിഞ്ഞു. അവശേഷിച്ച ഭൂസ്വത്ത് കൂടി പണയപ്പെടുത്തി മകൻ്റെ യാത്രാച്ചെലവിനുള്ള പണം നൽകുമ്പോൾ ശാരദാമണി ഒരു കാര്യമേ ആവശ്യപ്പെട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞ വാക്ക് മറക്കരുത്, നീയേയുള്ളൂ രജനിക്കും രാഹുലിനും. മുരളി അത് സമ്മതിച്ച് യാത്ര തുടങ്ങി. അവൻ്റെ കൈരേഖകളിൽ ഭാഗ്യം മുഖം തെളിച്ചു. തൊടുന്നതെല്ലാം പൊന്നായി തിളങ്ങി. ഭൂസ്വത്തുക്കളായും ബിസിനസ് സ്ഥാപനങ്ങളായും മുരളി സമ്പത്ത് വാരിക്കുട്ടി. രജനിയുടെ വിവാഹം നടന്നു. രാഹുലിൻ്റെ പഠിപ്പിനുള്ള ചെലവുകൾ വഹിച്ചു. അവന് ബിസിനസ് തുടങ്ങാനുള്ള സഹായങ്ങൾ നൽകി. പ്രമീളയെ മുരളി വിവാഹം ചെയ്യുമ്പോൾ 34 വയസ്സ് കഴിഞ്ഞിരുന്നു അവന്. നാട്ടിലെ ജീവിതം ഉറപ്പിക്കുന്നതിന് മുൻപ് അച്ഛന് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം മുരളീകൃഷ്ണൻ പാലിച്ചു. മറുവശത്ത് ഗോവിന്ദക്കുറുപ്പ് അനുജൻ്റെ മക്കളുടെ ഉന്നതിയിൽ അസൂയ പൂണ്ടു കഴിഞ്ഞിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് നമ്മൾ എത്തുന്നതാണ്. എല്ലാവർക്കും അപ്പം നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അങ്ങോട്ട് കുറേ കൂടി ഉണ്ട് നോവൽ. അപ്പം മനുവിൻ്റെയും വിദ്യയുടെയൊക്കെ ജീവിതങ്ങളൊക്കെ നമുക്കറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. എല്ലാവരും തുറന്നു കേൾക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.